ക്രിസ്മസ് അപ്പൂപ്പൻ എപ്പോഴാ വരിക? പാതിരാത്രിയാവും. എന്റെ കുട്ടികൾ ഉറങ്ങിക്കോളൂ. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നാ മുത്തശ്ശി വിളിക്കാട്ടോ. എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടി കാണണം. എല്ലാം കാണാം. നേരം ഒരുപാടായില്ലേ, നമുക്ക് ഉറങ്ങാം. ഉറങ്ങിയാലേ ക്രിസ്മസ് അപ്പൂപ്പൻ വരൂ. ഗുഡ് നൈറ്റ് ബേബീസ്. ഗുഡ് നൈറ്റ് അമ്മേ. എപ്പോഴായിരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ വരിക? എനിക്ക് കാണാൻ കൊതിയായി. ഉറങ്ങിയാൽ വരുമെന്നല്ലേ മുത്തശ്ശി പറഞ്ഞത്? നമുക്ക് വേഗം ഉറങ്ങാം. ഇത്ര നേരമായി ഞങ്ങൾ ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ കാത്തിരിക്കുന്നു എന്നറിയോ? എവിടെയായിരുന്നു ഇത്രയും നേരം? എത്ര നാടുകളിലെ കുട്ടികളുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ വരുന്നതെന്ന് അറിയാമോ മോൾക്ക്? വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? വണ്ടി ഇല്ലാതെ ഞാൻ എങ്ങനെയാ എന്റെ കുട്ടികളുടെ അടുത്ത് എത്തുക? പുറത്തുണ്ട്, കാണണോ? വേണം വേണം. എന്നാൽ വാ. ക്രിസ്മസ് അപ്പൂപ്പ, വണ്ടി ഇത്ര ദൂരം സഞ്ചരിച്ചിട്ടും നല്ല ക്ലീൻ ആയിരിക്കുന്നല്ലോ. എന്താ അതിന്റെ കുട്ടൻസ്? നിങ്ങളുടെയൊക്കെ സ്നേഹം. അപ്പൂപ്പ, ഈ റെയിൻഡിയർ വലിക്കുന്ന വണ്ടിയൊക്കെ മാറ്റാനായിട്ടോ. നല്ല അടിപൊളി ഇലക്ട്രിക് വണ്ടി എടുക്കണം. സാധനങ്ങളൊക്കെ നല്ല വിശാലമായി വെക്കാൻ പറ്റുന്ന വലിയ വണ്ടി വാങ്ങണം. ഒരു രാത്രി കൊണ്ട് എവിടെയൊക്കെയോ ഉള്ള എത്ര കുട്ടികളെ കാണാനുള്ളതാ. അപ്പോ നല്ല സ്പീഡും മൈലേജും ഒക്കെ വേണ്ടേ? അങ്ങനെയാണെങ്കിൽ അപ്പൂപ്പന് ഇത്രയും ദൂരെ വന്ന് കഷ്ടപ്പെടേണ്ടതില്ലല്ലോ. ഇപ്പൊ ഏത് നാട്ടിൽ നിന്നും ഏത് കുട്ടിക്കും സമ്മാനങ്ങൾ കൊറിയർ ചെയ്താ പോരെ. പക്ഷേ അപ്പൂപ്പന് കുട്ടികളായ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റുമോ? ഇങ്ങനെ നേരിട്ട് വന്ന് കഥകളും തമാശകളും ഒക്കെ പറയാൻ പറ്റുമോ? അതും ശരിയാണ്. റെയിൻഡിയർ വലിക്കുന്ന മണി കിലുങ്ങുന്ന ഈ വണ്ടിയല്ലേ നാടൊട്ടുക്കും ശരിക്കും ക്രിസ്മസിന്റെ വരവറിയിക്കുന്നത്. ഞങ്ങളൊന്ന് വണ്ടി കയറ്റാമോ? അതിനെന്താ, നമുക്കൊന്ന് ചുറ്റിയടിച്ചു വരാം. ക്രിസ്മസ് അപ്പൂപ്പൻ വന്നു, ഞാൻ കണ്ടു. ഞാനും കണ്ടു. ദേ അങ്ങോട്ട് നോക്ക്. നമുക്ക് പോയി നോക്കാം. മുത്തശ്ശി, ഞങ്ങള് ക്രിസ്മസ് അപ്പൂപ്പനെ കണ്ടു. മുത്തശ്ശി കണ്ടോ? ഓ കണ്ടു. എന്റെ കുട്ടികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് ഒരു സമ്മാനവും തന്നിട്ടാണ് ക്രിസ്മസ് അപ്പൂപ്പൻ പോയത്. ദാ നോക്ക്. ഹായ്, എന്ത് സമ്മാനം മുത്തശ്ശി? തുറന്നു നോക്ക്. ഇതാണ് ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്കിന്റെ കഥ കേട്ടിട്ടുണ്ടോ എന്റെ കുട്ടികള്? ഇല്ല മുത്തശ്ശി, പറഞ്ഞു തരുവോ? എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. സിംഹരാജാവ് തന്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. പക്ഷേ ആ കാട്ടിലെ മറ്റു മൃഗങ്ങൾ തമ്മിൽ എപ്പോഴും അടിപിടിയാണ്. ഇത് പലപ്പോഴായി നമ്മുടെ രാജാവ് നടക്കാൻ ഇറങ്ങുമ്പോൾ കാണാറുണ്ടായിരുന്നു. ഇത് കണ്ട് രാജാവിന് വളരെയധികം സങ്കടമായി. ഇതിനൊരു അവസാനം കാണണമെന്ന് രാജാവ് തീരുമാനിച്ചു. ക്രിസ്മസ് അടുത്തപ്പോൾ രാജാവ് പ്രഖ്യാപിച്ചു, ഞാൻ പലപ്പോഴായി കാണുന്നു, നമ്മുടെ ഈ രാജ്യത്ത് ആർക്കും തമ്മിൽ ഒരു സ്നേഹവുമില്ല. അതിനാൽ ഈ വർഷം രാജ്യത്ത് ക്രിസ്മസ് ആഘോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. ഇത് കേട്ട് എല്ലാവരും സങ്കടത്തിലായി. കുട്ടികൾ കരയാൻ തുടങ്ങി. കാരണം ക്രിസ്മസ് ഇല്ലെങ്കിൽ ക്രിസ്മസ് അപ്പൂപ്പൻ വരില്ല, സമ്മാനങ്ങളും കിട്ടില്ല. ഇതെല്ലാം കണ്ട് ഒരു ബുദ്ധിമാനായ മുയൽ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവനൊരു ഐഡിയ തോന്നിയത്.
ക്രിസ്മസിന്റെ തലേ ദിവസം കേക്കുകളുമായി കൊട്ടാരത്തിലെത്തണം. രാജാവ് നിങ്ങളെ കാണുവാൻ കൊട്ടാരത്തിന് മുന്നിലെത്തുമ്പോൾ നിങ്ങൾ പരസ്പരം കേക്കുകൾ കൈമാറണം. കൂടാതെ തമ്മിൽ തമ്മിൽ കെട്ടിപ്പിടിക്കണം. അങ്ങനെ എല്ലാവരും മുയൽ പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ക്രിസ്മസിന്റെ തലേ ദിവസം വന്നെത്തി. മുയൽ ആവശ്യപ്പെട്ട പ്രകാരം എല്ലാ പ്രജകളും കേക്കുമായി എത്തി. മുയൽ രാജാവിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അങ്ങയെ കാണുന്നതിന് എല്ലാ പ്രജകളും കൊട്ടാരത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നു. രാജാവ് ഉടനെ ഉമ്മറത്തെത്തി. രാജാവിനെ കണ്ട ഉടനെ മുയൽ നൽകിയിരുന്ന നിർദ്ദേശപ്രകാരം എല്ലാരും കേക്കുകൾ കൈമാറി. അടുത്തു കണ്ട ആൾക്ക് ആലിംഗനവും നൽകി. ഇത് കണ്ട് രാജാവിന് വളരെ സന്തോഷമായി. അങ്ങനെ രാജാവ് വീണ്ടും ക്രിസ്മസ് ആഘോഷം നടപ്പിലാക്കി. അങ്ങനെ അവർ സന്തോഷത്തോടെ ക്രിസ്മസ് ആഘോഷിച്ചു. അന്നു മുതൽ കേക്ക് ക്രിസ്മസ് ആഘോഷത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമായി മാറി.